കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട് എന്നോട് അല്ലേ? അയ്യോ എന്തിന്? ഞാൻ കാരണമല്ലേ അന്ന് ആ കള്ളൻ മിസ്സായത്? കള്ളൻ മിസ്സായത് എന്റെ സമയദോഷം കൊണ്ട്. ഇനിയിപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ആഗ്രഹിക്കുന്നതിന് പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അമിതമായി എന്തൊക്കെയോ ആഗ്രഹിച്ചു. പണ്ട് കാരണവന്മാർ പറയാറുണ്ട്, ആകാശം മുഴുക്ക ഉന്നം വെച്ചാലേ തെങ്ങിന്റെ മണ്ടയിലെങ്കിലും കൊള്ളുന്നു. ഇനിയിപ്പോ അമ്പും വില്ലും നഷ്ടപ്പെട്ടവൻ എന്ത് ഉന്നം. വീട്ടിലറിയിച്ചോ? ഇല്ലില്ല, മാസാമാസമുള്ള മണി ഓർഡർ കിട്ടാതെ വരുമ്പോ അവരറിഞ്ഞോളൂ. 9 മക്കളിൽ സ്കോളർഷിപ്പും റാങ്കൊക്കെ വാങ്ങിക്കുന്ന സമർത്ഥനായ മകൻ KV ഭാസ്കരൻ. ഭാസ്കരൻ എന്നുള്ള പേരിന്റെ ഇടത് ഭാഗത്തുള്ള KV ഇനീഷ്യല തറവാട്ട് പേര്. പക്ഷെ ഒരു കാര്യമില്ല, പേരിന്റെ വലത് ഭാഗത്ത് MA BA എന്നൊക്കെ എഴുതി ചേർക്കാൻ എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അമ്മക്കൊന്നും തിരിച്ചു കൊടുക്കാൻ മകന് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ എന്റെ ജാതകദോഷം. ക്ഷമിക്കണം, ഞാനീ പറഞ്ഞതൊന്നും അഞ്ജുവിന് മനസ്സിലാവില്ല. വലുപ്പവും ചെറുപ്പവും അളക്കാൻ ഞാൻ മെനക്കെട്ടില്ല. ഫസ്റ്റ് PDCക്ക് പഠിക്കുമ്പോഴേ എനിക്കൊരാളോട് ഇഷ്ടം തോന്നിയിരുന്നു. SI ആയാലും ഇഷ്ടപ്പെടുള്ളൂന്ന് ഞാൻ പറഞ്ഞിരുന്നോ? SIയും പോലീസൊന്നല്ല. ഇപ്പൊ പറഞ്ഞ് വിശ്വസിക്കല്ലോ. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ KV ഭാസ്കരനേ ഉള്ളൂ. എടാ ഭാഗ്യനാഥ. ആരാത്? ഞാൻ തന്നെയാടാ. വാടാ വാടാ ഭാഗ്യനാഥ. രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. കൺമതിൽ എങ്ങുമേ ശത്രുവിൻ നിഴൽ പോലും. തൃക്കൺ തുറന്നു പാർത്തപ്പോൾ അറിയുന്നു, ഓർ തുടങ്ങും മുമ്പേ ശിരസറ്റ് വീണിതല്ലോ പ്രതിനായകൻ മങ്കൻ ഭാഗ്യനാഥൻ. ഭാസ്കര, തനിക്ക് എന്തു പറ്റി? യുദ്ധം തുടങ്ങും മുമ്പേ ജയിച്ചു കഴിഞ്ഞവനാടാ ഞാൻ. ഏത് യുദ്ധം? രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. ഭാസ്കര, ജോലി പോയെന്ന് കരുതി താൻ വിഷമിക്കണ്ട. ഐജിയോട് പറഞ്ഞ് നാളെ തന്നെ ജോലി തിരിച്ചെടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അകൃതി കണ്ടാലതിരംഭേയം, ആരാലിവൾ തന്നധരം പേയം, എന്നാൽ അഞ്ജുവിനധരം പേയം. മനസ്സിലായോടാ കഴുതേ? കാണാം നമുക്ക് കാണാം 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 നമുക്ക് കാണാം കാണാം നമുക്ക് കാണാം. ഈശ്വര, ഇവനത് എന്ത് പറ്റി? അച്ചായോ, ഈ കത്തിയൊക്കെ വഴി കൊണ്ടിട്ടത്? അച്ചായ, അച്ചായ, ഇനി എനിക്കൊന്നും പേടിക്കാനില്ല അച്ചായ. അയ്യോ അച്ചായ, 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 ഇതെടുത്തോ. മതി മതിയാ? ആ പാപ്പോ. ഒളിച്ചോ ഒളിച്ചോ. ഇവിടെ ഒരു ഷോപ്പിംഗ്. എന്തോ ഷോപ്പിംഗ്? ചിപ്സ് ചിപ്സ്. ചിപ്സോ? എന്റെ കണ്ടുപോയി. നമ്മളൊക്കെ ക്രിസ്ത്യാനികളെ എന്നിട്ട് ഓടിക്കില്ല. അയ്യോ, എവിടെ നോക്കിട്ടാണ് ഓടുന്നത്? ഭീകരൻ. ഒക്കെ മനസ്സിലുണ്ട്. തനിച്ചിരുന്ന് വായിക്കാണോ? ആരാ മോളെ? ഒരു കൂട്ടുകാരിയാ മമ്മി. മമ്മിയാ? പോയി. ഇല്ല ഇല്ല, വിവാദം വന്നപ്പോ പുറത്തിറങ്ങാൻ മടിയായല്ലേ? പുറത്തിറങ്ങാത്തത് മറ്റൊന്നും കൊണ്ടല്ല,
ഞാൻ ചെറുതായിട്ട് കാല് തെറ്റുന്നു വീണേ. ഇല്ല അങ്ങനെ മുറിവോ തലക്ക് കെട്ടോ അങ്ങനെ ഒന്നുമില്ല. വീണതിന് ശേഷം ചെറിയൊരു ജലദോഷം, അത്രേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാണ്? ഞാൻ ഭീകരനെ കണ്ടു. ഭീകരനോ? ഏത് ഭീകരൻ? 50 ലക്ഷം വിലയുള്ള ഭീകരൻ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. കാരണത്ത് അയാൾ സാധാരണക്കാരനെ പോലെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു നിമിഷം ശ്വാസം കിട്ടിയില്ല, എന്റെ കണ്ണു തള്ളിപ്പോയി. ചുമ്മാ അച്ചായ, 50 ലക്ഷം വിലയുള്ള തലയും വെച്ചോണ്ട് അച്ചായന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഭീകരന് വട്ടായിരിക്കണം. എന്റെ മുമ്പിൽ നിൽക്കുന്ന നീ ഭാസ്കരൻ തന്നെയാണോ? ആണെങ്കിൽ എന്നാ ഞാൻ കണ്ടത് ഭീകരനെ തന്നെയാണ്. ഇതിനിടയിൽ കയ്യിൽ കിട്ടിയ ഈരാജ് പിന്നെയും പിടിവിട്ടു. അവന്റെ തുണിയായത്. അച്ചായൻ ഈടെയായിട്ട് കാര്യമായ എന്തോ തകരാറുണ്ട് കേട്ടോ. അല്ലേ പിന്നെ ആ ഭാഗ്യനാഥൻ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിച്ച് എന്നെ ഈ പരുവത്തിലാക്കോ? അത് ഇതുപോലല്ല, ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം. യെസ്, സബ് ഇൻസ്പെക്ടർ ഭാഗ്യനാഥൻ ഹിയർ. ഭീകരനോ? എവിടെ? നിങ്ങളാരാ? ഹലോ ഹലോ, ഈ വിവരം നിങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് പോലീസ് സന്നാഹങ്ങളുമായി ഞാൻ അവിടെ എത്തിക്കൊള്ളാം. ഓക്കെ? ഭീകരനോ? അതെ, ഗാന്ധിനഗറിലെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ ഭീകരൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് അജ്ഞാതന്റെ ഫോൺ കോൾ. ഭാഗ്യദേവത ഈ ഭാഗ്യനാഥനെ അനുഗ്രഹിച്ചിരിക്കുന്നു. പദവിയും പണവും നമ്മളെ തേടിയെത്താൻ പോകുന്നതാ കൊത്തപ്പി. ധീരനും നാടിന്റെ രോമാഞ്ചവുമായ എന്താ? അറിയില്ല. നേരാണോ ചായ? ഭീകരനാണോ അത്? അതേടാ, ഈ ഭീകരനെ തന്നെയാണ് ഞാൻ കണ്ടത്. ഇവനെങ്ങനെ ഇവിടെ എത്തി? നമ്മളെ കൊല്ലാനായിരിക്കും. ഭഗവാനെ, കർത്താവേ. हिंद्रन बिल्ला, बाहर आकर सरेंडर हो जाओ, वरना इस पूरे घर को जलाकर राख कर दूंगा, समझे? अब आखिरी बार कहता है, सरेंडर करो. अपने आप को पुलिस का हवाला नहीं करूंगा. उसे भी अच्छा मरना है, मरना है. എന്താ സംഭവിച്ചത്? ആത്മഹത്യ. സൈനൈഡ് ആവണം, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ചാവൂല. ചത്തു ഭാസ്കര, ചത്തു. ഇല്ല, ചത്തില്ല. നമ്മളിവനെ കൊന്നു. എന്ത്? ഈ കിടക്കുന്നത് 50 ലക്ഷം രൂപയാണ് ചായ. ഇവൻ സൈനൈഡ് കഴിച്ചില്ല. ഒരു സംഘടനത്തിലൂടെ നമ്മളിവനെ കൊന്നു. പൊക്ക് പൊക്ക്. ഇനി വേണ്ടത് സംഘടനത്തിന്റെ ഒച്ചയും ബഹളവും. അച്ചായൻ താങ്ങിക്കോ, ഞാൻ ഇടിക്കാം. Let's move them. Hey, no, just wait.
ഭീകരനെ ഞങ്ങൾ കൊന്നു. അതെ, കൊന്നു, ഞങ്ങൾ കൊന്നു. ഭീകരമായ ഒരു ഏറ്റുമുട്ടലിലൂടെ ഭീകരനെ ഞങ്ങൾ കൊന്നു. ജീവനോടെ പിടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്, സാധിച്ചില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ. ഹലോ, ഭാസ്കരൻ ഹിയർ. ഭാഗ്യനാഥനാണ്. ഓ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ചൂടൽപ്പ കൂടുതലാണ്. ചൂട് ഇനിയും കൂടാനേ സാധ്യതയുള്ളൂ. നീ കാര്യം പറ മോനെ ഭാഗ്യനാഥ. അല്ല, അതെ, ഈ ലോട്ടറി അടിക്കുമ്പോ ഇപ്പോ ടിക്കറ്റ് എടുത്തവന് മാത്രമല്ല, ടിക്കറ്റ് വിറ്റ ഏജന്റിനും സമ്മാനമുണ്ടേ. നീ ലോട്ടറി കച്ചവടം തുടങ്ങിയോ? അതല്ല ഭാസ്കര, ആ ഭീകരനെ തുരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഓടിച്ച് കയറ്റിയത് ഞാനാണ്. ആ 50 ലക്ഷത്തിൽ ഒരു വിഹിതം എനിക്കും തരണം. ഓ, ഒരു കാര്യം ചെയ്യേ, നീ ഒരു വലിയ ചാക്കു എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. ഞാൻ 50 ലക്ഷം തന്നേക്കാം. 1 രൂപ നോട്ട് മതിയോ അതോ 10 രൂപ നോട്ട് വേണോ? എടാ, നിന്റെ തന്ത അമിട്ട് വേലായുധന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ എന്റെ അടുത്ത് സംസാരിച്ചാലുണ്ടല്ലോ. എടാ പൊട്ടുപിഴകി. ഓടാ. ജില്ലാ കളക്ടറും XMBയും വന്നെത്തിക്കഴിഞ്ഞു. ഒരു കാര്യം ചെയ്, 50 ലക്ഷം കിട്ടുമ്പോ ഞാൻ നിനക്ക് 10-500 തന്നേക്കാം, പോരെ? സർ വന്നത്തെ. എന്തായാലും പിച്ചക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാനൊരു തുക മാറ്റി വെക്കുന്നുണ്ട്. അതിൽ നിന്ന് നിനക്കും ഞാൻ കുറച്ച് തന്നേക്കാം. എന്താ? പിച്ചക്കാരൻ നിന്റെ മറ്റവനാടാ കഴുതേ. സുഹൃത്തെ, ഇന്ത്യയെ തന്നെ നടുക്കിയ ഭീകരനെ കൊന്നവരാ ഞങ്ങൾ. ഈ മാതിരി ഭീഷണിയൊന്നും ഇവിടെ വിലപ്പോവില്ല. മനസ്സിലായോ? എന്ത് കൊല്ലുമെന്നോ? കൊല്ലടാ, കൊല്ല്. മാതൃരാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് മടിയില്ലടാ. നീ എന്ത് പിച്ചും പേയുവാണ്ടാ ഈ പറയുന്നത്? ഏത് മാതൃരാജ്യം? ശരി, ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ടെങ്കിൽ വാടാ സ്റ്റുപ്പിഡ്. ഇത് ജില്ലാ കളക്ടർ. അറിയാം. ഹലോ ഹലോ സാർ. ആരായിരുന്നു ഫോണിൽ? ഓ, അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. ഏറ്റുമുട്ടാൻ വാടാന്ന് പറഞ്ഞത്? അത് ഞങ്ങൾ കൊന്ന ഭീകരന്റെ ആളുകളാ. ഭീഷണിപ്പെടുത്തിയതാണ്. പ്രതികാരമായി ഞങ്ങളെ കൊല്ലും അത്രേ. Is it? ഇന്നത് 103-ാമത്തെ ഫോൺ കോളാ സാറേ. ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. എങ്കിലവർ കൊല്ലട്ടെ. ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ മാതൃരാജ്യമാണ്. ഞങ്ങളുടെ ജീവൻ വളരെ നിസ്സാരമാണ്. പിന്നെ അല്ല മിസ്റ്റർ ഭാസ്കരൻ, നിങ്ങളുടെ ജീവന് വിലയുണ്ട്. നിങ്ങൾക്കൊരു ആപത്തും വരാൻ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അയ്യോ, ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട സാറേ. ഇതെന്റെ നിയോജക മണ്ഡലമാണ്. 25 ലക്ഷം പാർട്ടി ഫണ്ട് വെള്ളത്തിലായപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ കിട്ടിയ പുരുത്തുരുമ്പാണ് ഈ സംഭവം. എന്നോട് ക്ഷമിക്കണം. കേന്ദ്ര നേതൃത്വത്തിന് കമ്പി അടിച്ചു കഴിഞ്ഞു. നിങ്ങൾ രണ്ടാളും പാർട്ടിയുടെ അനുഭാവികളാണ്. എന്റെ പിൻബലത്തിലാണ് നിങ്ങൾ ഭീകരനെ കൊന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വലിയ സുരക്ഷാ സന്നാഹം വേണമെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്യാം. ഇന്നലെ മലേഷ്യയിൽ നിന്നൊരു ഫോൺ കോൾ. നൈജീരിയ, സൗത്ത് ആഫ്രിക്ക, നിക്കാരാഗ്വ, ചിലി, കൂത്താട്ടുകുളം, എരിമേലി, അതെ, എത്യോപ്യ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളെ വിളിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളെ കൊല്ലണം. ഈ ഭീകരന് ലോകമെമ്പാടും പേരുകളുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാ മനസ്സിലായത് സാറേ. ഇതങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ഞാൻ ഇപ്പോ തന്നെ നിങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റിക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ അയ്യോ വേണ്ട സാർ. വേണം മിസ്റ്റർ ഭാസ്കർ. യെസ്, DYSP, SP റാങ്കിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഞാൻ സാർ പ്ലീസ്, വെറും കോൺസ്റ്റബിൾസ് ആയ ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി DYSP, SP എന്നൊക്കെ പറഞ്ഞാൽ ഇത് കസേരയുടെ വലുപ്പമല്ല. ഈ സംഭവത്തോടു കൂടി നിങ്ങൾ നാഷണൽ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കറുത്ത മക്കളാണ് മക്കളെ. അതുകൊണ്ട് പറഞ്ഞോളൂ, സെക്യൂരിറ്റിക്ക് ആരെ വേണം? BSF, CRPF, ബ്ലാക്ക് കാറ്റ്? അത് വേണ്ടല്ലേ? അങ്ങനെ നിർബന്ധമാണെങ്കിൽ SP യും DYSP ഒന്നും വേണ്ട സാർ. ഞങ്ങൾക്ക് 100% വിശ്വാസമുള്ള ഒരാളുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. അതെ, SI ഭാഗ്യനാഥൻ. അതെ, അദ്ദേഹത്തെ ഞങ്ങളുടെ അംഗരക്ഷകരാക്കൂ. വെൽ, ഇറ്റ്സ് ഡൺ. താങ്ക് യു. താങ്ക് യു സാർ. എന്താ സാർ, അവന് സെക്യൂരിറ്റി ആയിട്ട് ഞാനോ? ഏയ്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സും ഇല്ല. പക്ഷേ സാർ, എന്റെ കുറെ അടുത്ത ബന്ധുക്കളുടെ കല്യാണം ഉടനെ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഞാൻ ലോങ് ലീവ് ആയിരിക്കും. നോ, ലീവ് തരുന്ന പ്രശ്നമേ ഇല്ല. അല്ല സാർ,
അവൻ പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് സാറ് ലീവ് സാങ്ഷൻ ചെയ്യില്ലെന്ന് പറഞ്ഞാല് ഇത് കളക്ടറുടെ ഓർഡറാണ്. ഓക്കെ സർ, ശരി സർ, ഞാൻ തന്നെ അവന്റെ സെക്യൂരിറ്റി ആയിട്ട് ചാർജ് എടുക്കാം സർ. കാടും നാടും നിറപ്പിച്ച ഈ ഭീകരനെ കീഴടക്കിയവർ, ഈ ധീരകൃത്യം ചെയ്തവർ ആന്ധ്രക്കാരല്ല, ഒറീസക്കാരല്ല, ഹരിയാനക്കാരല്ല, 2 കറുത്ത മലയാളികളാണ് സുഹൃത്തുക്കളെ. ഈ മലയാളികൾ ആലപ്പുഴക്കാരല്ല, കൊല്ലംകാരല്ല, തൃശൂർക്കാരല്ല, നമ്മുടെ പാലക്കാട് ജില്ലയിലെ 2 മലയാളികളാണ് സുഹൃത്തുക്കളെ. എന്താ നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ? നീ ഇങ്ങനെ ചുമ്മാ നിന്നാലെങ്ങനെയാ? ഞങ്ങളുടെ ബോഡി ഗാർഡാണ് നീ. ശത്രുക്കൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നേരെ ബോംബ് എറിയുന്നുണ്ടോ വെടിവെക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണോ. നിന്റെ നേർക്കുള്ള വെടി ഒരൊറ്റ തോക്കിന്നേ വരാൻ സാധ്യതയുള്ളൂ. ഏത് തോക്കിന്ന്? എന്റെ തോക്കിന്ന്. അധികം ആളാവല്ലടാ. ആളാവല്ലേ നീ? ഭാഗ്യനാഥാ, നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ മേലധികാരികളോട് പറഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം നീ അകത്താ. നിങ്ങളുടെ മുന്നിൽ വെച്ച് എനിക്ക് ഈ ധീരാത്മാക്കളോട് ഒരു അപേക്ഷയുണ്ട്. 25 ലക്ഷം പാർട്ടി ഫണ്ട് അപഹരിച്ച കശ്മലന്മാരെ ദയവ് ചെയ്ത് എനിക്കൊന്ന് പിടിച്ചതാ. ഇനി സംഘടനകളുടെ, വ്യക്തികളുടെ ആരാർപ്പണമാണ്. ആദ്യമായി ജോക്കീസ് ക്ലബിന് വേണ്ടി KV ദക്ഷിണമൂർത്തി, വിമൻസ് കോളേജിന് വേണ്ടി അഞ്ജു രാഘവ്, അതെ, ലോകത്തിലെ മിക്ക അഭ്യാസമുറകളും പഠിച്ചവനാണ് ഭീകരനെന്ന് ഒരു സംശയവുമില്ല. ഒടുവിൽ ഞങ്ങളുടെ വടക്കൻ മുറയിലുള്ള കളരി അഭ്യാസത്തിലൂടെ അവനെ കീഴടക്കുകയായിരുന്നു. റിവാർഡ് തുകയായ 50 ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങൾ അത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഏതെങ്കിലും അനാഥ മന്ദിരത്തിന് സംഭാവന ചെയ്യും. ഉവ്വ്, അച്ചായന്റെ വീതമായ 25 ലക്ഷം രൂപ അനാഥ മന്ദിരത്തിന് സംഭാവന ചെയ്യും. എന്റെ വീതം എന്റെ കയ്യിൽ കാണും. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ല. മേലുദ്യോഗസ്ഥന്മാരുടെ ചവിട്ടിത്താഴ്ത്തലുകളിലും പീഡനങ്ങളിലും മനംനൊന്ത് കഴിയുന്ന സാധാരണക്കാരായ പോലീസുകാർക്ക് വേണ്ടി ഒരു തുക ചെലവാക്കും. ദൂരദർശൻ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സന്ദേശം? സ്നേഹമാണ് വലുത്, SI പോസ്റ്റ് അല്ല. വിവാഹം? ഇതിന്റെ പേരിൽ ഒരു വിവാഹം കൂടി കഴിക്കാൻ എന്തായാലും എനിക്ക് ഉദ്ദേശമില്ല. കാരണം ഞാൻ ആൾറെഡി വിവാഹിതനാ. പേരന്നാമ്മ, അവളാണെങ്കിൽ ഗൾഫിലാ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ മനസ്സുകൾ തമ്മിലുള്ള വിവാഹം എന്നേ നടന്നു കഴിഞ്ഞു. കേരളത്തിലുള്ള മുഴുവൻ കോൺസ്റ്റബിൾമാരെയും സാക്ഷി നിർത്തി ആർഭാടമായ ഒരു താലികെട്ട് അതുടൻ പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് ചിലരെയൊക്കെ ഒന്ന് എനിക്ക് ഒതുക്കണം. താങ്ക് യു. ഹലോ. ആ അഞ്ജു, എന്തായി രാത്രിയിലെ? ആർഭാടങ്ങളൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് മതി. ഒക്കെ ഞാനൊന്ന് പറഞ്ഞതല്ലേ. അത് പെട്ടെന്ന് കുറച്ച് കാശ് കയ്യിൽ വരുമെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് അഹങ്കാരിയായി പോയതാണ്. ഒന്നും വേണ്ട, കല്യാണം തിരുവങ്ങാട്ടെ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് മതി. ശ്രീരാമക്ഷേത്രത്തിൽ വെച്ചാവുമ്പോ സീതയെ പോലെ നീ വിരഹിണിയാവോ? സാരില്ല, ഏകപത്നി വ്രതക്കാരനായിരുന്നല്ലോ ശ്രീരാമൻ. ദുഃഖം ഞാൻ സഹിച്ചോളാം. അല്ലാതെ ലക്ഷങ്ങളുടെ ആർഭാടങ്ങളൊന്നും വേണ്ട കേട്ടോ. ആരാ മോളെ ഫോണിൽ? ഒരു കൂട്ടുകാരിയാ ഡാഡി. ലക്ഷത്തിന്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടു. അത് ക്ലാസ്സിൽ ഒരു സംശയം ചോദിച്ചതാ. ലക്ഷത്തിന്റെയോ? ബോട്ടണിക്ക് പഠിക്കുന്ന മോക്ക് എങ്ങനെയാ ലക്ഷത്തിന്റെ സംശയം? പുതിയ സിലബസിലുള്ളതാ. ഡാഡിക്ക് അതൊന്നും പറഞ്ഞപ്പോ മനസ്സിലാവില്ല. എന്താ മോളെ? ഒന്നുമല്ല അമ്മേ. അല്ല, ഇതെന്താ വന്ന കാലത്തിന് നിൽക്കുന്നേ? പിന്നെ വന്ന കാലം നിൽക്കാൻ ഈ കാലല്ലാതെ നീ വേറെ കാലം അകത്ത് കരുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോടി? ഇന്നെന്താ വന്ന് കയറിയപ്പോഴൊരു ദേഷ്യം? എടി, നമ്മുടെ മോളെ നീ ശ്രദ്ധിച്ചായിരുന്നു? എന്തേ? ഈയിടെയായിട്ട് അവക്കൊരു ഇളക്കം പോലെ തോന്നുന്നില്ലേ? ഇളക്കോ? എടി, മെഡിക്കൽ ഭാഷ പറഞ്ഞാൽ അവക്ക് വല്ല പ്രേമപ്പനിയും പിടിച്ചോന്നൊരു സംശയം. അതെ, കുറച്ച് ലക്ഷം കൂടെ ഒപ്പിച്ചു കൊടുത്താൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാം. അത് പാടായി പോവൂ എന്റെ ചന്ദ്രമതി. അയ്യോ, അങ്ങനൊന്നും പറയരുത്, എനിക്ക് BP കൂടും. അല്ല, അതിന് ഞാൻ ഗുളിക തരാം. പക്ഷെ എന്റെ BP ആര് മാറ്റും ഭഗവാനെ? എനിക്കറിയാം,
ദേവി മണിയടിക്കാൻ ഇന്നിവിടെ എത്തുന്നു. അതെ, കുന്നത്ത് വീട്ടിൽ ഭാസ്കരൻ ലക്ഷക്കാരനാകുന്ന ദിവസം. പകിടകളിയായിരുന്നെങ്കിലും എല്ലാം ദേവിയുടെ കടാക്ഷാണല്ലോ. ദേവിക്ക് എത്ര കമ്മീഷൻ കൊടുക്കണേ? ഒന്നുമില്ല, മനസ്സറിഞ്ഞൊരു പ്രാർത്ഥന മാത്രം. എന്തായിരുന്നു ഇവിടുത്തെ വഴിപാട്? ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഒരു പുഷ്പാഞ്ജലി. പ്രാർത്ഥന കഴിഞ്ഞില്ലേ അച്ഛായ? 10 മണിക്ക് മുമ്പ് ബാങ്കിൽ എത്തണമെന്ന് മാനേജർ പറഞ്ഞതല്ലേ? രാഹുകാലത്തിന് മുമ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എത്ര പ്രാർത്ഥന മതി പറഞ്ഞില്ല ഭാസ്കര. പിച്ചക്കാരനല്ലേ ഉറക്കത്തിൽ വിളിച്ചുണർത്തി ലക്ഷക്കാരനാക്കിയത്? അല്ല, പത്രക്കാരുമായിരിക്കും. അഭിമുഖമാണെങ്കിലേ ബാങ്കിലോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഹലോ, 64421. അതെ. 50 ലക്ഷം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ കത്തിച്ചു കളയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ തുല്യമായി പങ്കുവെക്കും. പക്ഷേ അതിലൊരു അവകാശം കൂടി ഉണ്ടല്ലോ. അവകാശിയോ? അതാരാ? ഞാൻ ഡോക്ടർ രാഘവ്, ഗവൺമെന്റ് ചീഫ് സർജൻ. അത് ശരി. ഭീകരനെ കൊന്നത് നിങ്ങളല്ല, അതൊരു ആത്മഹത്യയായിരുന്നു. പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാണ് ഭീകരൻ മരിച്ചത്. ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞാനാണ്, ഡോക്ടർ രാഘവ്, MBBS MS. ആര്? ഡോക്ടർ രാഘവ് എന്ന് വെച്ചാൽ അഞ്ജുവിന്റെ അച്ഛനല്ലേ? അഞ്ജുവിന്റെ അച്ഛനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അഞ്ജുവിനെ എനിക്ക് പരിചയമുണ്ട്. ഡോക്ടർ രാഘവന്റെ മകളാണെന്ന് അഞ്ജു എന്നോട് പറഞ്ഞിരുന്നു. അതെയോ? ആ, ഗവൺമെന്റ് പ്രഖ്യാപിച്ച 50 ലക്ഷം ആർക്കും ഉപകാരപ്രദമാകാതെ തിരിച്ച് ഗവൺമെന്റ് ഫണ്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സർട്ടിഫിക്കറ്റ് എഴുതിയത്. പക്ഷേ അതിനൊരു വിഹിതം എനിക്കും വേണം. എന്തു പറയുന്നു? തീരുമാനം എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, പക്ഷേ തീരുമാനം വൈകരുത്. ഇല്ല. എന്താ സംഗതി? വ്യക്തമായില്ല. 50 ലക്ഷത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പങ്കാളി ഉണ്ടായിരിക്കുന്നു. പങ്കാളിയോ? അതെ. അച്ചായൻ ആ വാതിലും ജനലൊക്കെ ഒന്ന് ഭദ്രമായി അടച്ച്. യെസ്, ഡോക്ടർ രാഘവ്. കോൺസ്റ്റബിൾ ഭാസ്കരനാ. ആ, എന്ത് തീരുമാനിച്ചു? എന്താണ് സാറിന്റെ ഡിമാൻഡ്? പറയാം. ആ 50 ലക്ഷം രൂപ 3ആയിട്ട് വീതിക്കണം. കൃത്യമായി വീതിച്ചാൽ ഒരാൾക്ക് 16,66,666 രൂപ 66 പൈസ കിട്ടും. എന്നാലും 2 പൈസ മിച്ചം വരും. ആ പങ്ക് വാങ്ങാൻ ഈ കാലത്തൊരു പിച്ചക്കാരൻ പോലും വരില്ല. ഏതായാലും ഈ എമൗണ്ട് എനിക്ക് ക്യാഷ് ആയിട്ട് എത്രയും വേഗം കിട്ടണം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേ മഷി കൊണ്ട് തന്നെ എനിക്ക് തിരുത്തി എഴുതേണ്ടി വരും. പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. ഭീകരന്റെ ശവം തോണ്ടിയെടുത്ത് ഒരു റീപോസ്റ്റ്മോർട്ടം. ദാറ്റ്സ് ഓൾ. അത് വേണ്ട, നമുക്ക് മുഖതാവിൽ സംസാരിക്കാം. ഓക്കെ, ഹാർട്ടി വെൽക്കം. ആ കാർ നിർത്തിയത് നമ്മുടെ ഗേറ്റിലാണോ? അതെ. ആ, നമസ്കാരം. എന്ത് തീരുമാനിച്ചു? എന്തൊക്കെയാണ് സാറിന്റെ കണ്ടീഷൻസ്? അത് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞായിരുന്നല്ലോ. എന്താണ് സാറിന്റെ ഡിമാൻഡ്? പറയാം. ആ 50 ലക്ഷം രൂപ 3ആയിട്ട് വീതിക്കണം. കൃത്യമായി വീതിച്ചാൽ ഒരാൾക്ക് 16,66,666 രൂപ 66 പൈസ കിട്ടും. എന്നാലും 2 പൈസ മിച്ചം വരും. ആ പങ്ക് വാങ്ങാൻ ഈ കാലത്തൊരു പിച്ചക്കാരൻ പോലും വരില്ല. ഏതായാലും ഈ എമൗണ്ട് എനിക്ക് ക്യാഷ് ആയിട്ട് എത്രയും വേഗം കിട്ടണം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേ എന്താ ഇത്? കൊണ്ട് തന്നെ അത് ടേപ്പ് റെക്കോർഡർ. എഴുതേണ്ടി വരും. കേട്ടത് നിങ്ങൾ ഫോണിൽ സംസാരിച്ചത്. അത് ഞങ്ങൾ ടേപ്പ് ചെയ്തു. ഭീകരന്റെ ശവം തോണ്ടിയെടുത്ത് ഒരു റീപോസ്റ്റ്. ഫോൺ ചോർച്ച എന്ന് കേട്ടിട്ടില്ലേ? സത്യത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചത്. എന്തിനാ ഇത്? മറ്റൊന്നിനുമല്ല, ആവശ്യം വരികയാണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കാൻ ഒരു ചെറിയ തെളിവിന് വേണ്ടി. തെളിവോ? അതെ, ലക്ഷങ്ങളോടുള്ള ആർത്തിയിൽ ഗവൺമെന്റ് ചീഫ് സർജൻ ഡോക്ടർ രാഘവ് MBBS MS തന്റെ പ്രൊഫഷനെ ചീറ്റ് ചെയ്തു. സത്യത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ ഉത്തരവാദപ്പെട്ട ഒരു ഗവൺമെന്റ് സർജൻ എന്ന നിലയിൽ താങ്കൾക്കോ? ജോലി നഷ്ടപ്പെടും, മാത്രമല്ല ജീവപര്യന്തം തടവും. അയ്യോ, എനിക്ക് പങ്ക് വേണ്ട. പകരം ആ കാസറ്റ് തന്നാ മതി. ക്ഷമിക്കണം, ഇനി ഇതാണ് ഞങ്ങളുടെ പിടിവള്ളി. പിടിവെള്ളിയോ? അതെ, താങ്കളുടെ ശ്രീമന്തപുത്രി അഞ്ജുവിനെ ഭാസ്കരൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ സ്നേഹത്തിലാണ്. ഒരു കാസറ്റിലൂടെ നിങ്ങൾക്കൊരു കോൺസ്റ്റബിളിനെ സ്വന്തമാക്കാം.
ഈ സൗഭാഗ്യം ലോകത്ത് മറ്റാർക്കും കിട്ടിക്കാണത്തില്ല. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ഈ കാസറ്റ് തിരിച്ചേൽപ്പിക്കാം. കാലത്ത് ബാങ്കിലുള്ള ജോലിയെല്ലാം കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ലഞ്ച് താങ്കളുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ നാം ആഗ്രഹിക്കുന്നു. അതെ, പോലീസ് എസ്കോർട്ടോടെ നാം അവിടെ എത്തും. പേടിക്കണ്ട, ഈ കാസറ്റ് ഭദ്രമായി എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടാവും. ഒരു പിടിവെള്ളിക്ക്. റിയലി? ഡാഡി സമ്മതിച്ചോ? ഓ യെസ്, ഞാനൊരു ഗംഭീര സദ്യ ഇവിടെ അറേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ, ബൈ, സീ യു. ആരായിരുന്നു ഫോണിൽ? ഭാസ്കരേട്ടൻ. എടി ഒരുമ്പട്ടോടെ. ഡാഡി വേണ്ട, കാസറ്റ്. കാസറ്റോ? ഏത് കാസറ്റ്? ഈ കാര്യത്തിൽ എന്നെ വഴക്ക് പറഞ്ഞ കാസറ്റ് എന്ന് പറയാൻ ഭാസ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്ത് പറ്റി? പിച്ച കിട്ടിയില്ല, പട്ടി കടിക്കുകയും ചെയ്തു. അതുപോലെ അയലോടി എന്റെ ഗതി. എന്തൊക്കെ പറയണേ? വിരുന്നെടുക്കണോ അത്രേ? വിരുന്നോ? ആർക്ക്? നിന്റെ അച്ഛൻ മേലെ വീട്ടിൽ മാധവമേനോന്. മരിച്ച അച്ഛന് വിരുന്നൊരുക്കാൻ ഇന്നെന്താ കർക്കിടകമാണോ? എടി നിനക്കറിയോ, പണ്ട് നീ എന്നെ വലവീശി പിടിച്ചതുപോലെ ഇപ്പൊ വലയം കൊണ്ട് ഇറങ്ങിയിരിക്കുക നിന്റെ മോള്. എന്തായാലും എനിക്ക് ഒരു സമാധാനമുണ്ട്. എനിക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം എന്റെ മോക്ക് ഒരിക്കലും പറ്റില്ല. ദേ, മോള് പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്തോന്ന്? കാസറ്റ്. ഇതെന്താ ഇവിടെ? ഞങ്ങൾക്ക് ലഞ്ച് ഇന്ന് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെ, ഒരു ഉച്ചയൂണെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ എന്ന് ഡോക്ടർക്ക് ഭയങ്കര നിർബന്ധം. ഭാസ്കര, ഇരക്കുന്നവന്റെ വീട്ടിൽ കയറി തുറക്കാൻ മെനക്കെടണ്ട. നൗ യു ആർ അവർ ബോഡി ഗാർഡ്. ഞങ്ങളുടെ ശരീരം സംരക്ഷിച്ചാൽ മതി, ഉപദേശം വേണ്ട. അതെ, നിങ്ങളായിരിക്കും. ഹലോ, കമോൺ കമോൺ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നാലും. ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ. ഇല്ല, വാ നടക്കടി. ഹലോ ഇൻസ്പെക്ടർ, കമാൺ. വിളിക്കേ പാവം. എന്തുപറ്റി? ഒന്ന് സ്മാർട്ട് ആവോ? മുഖഭാവം കാണുമ്പോ 5-10 ഗോള് വിട്ട ഒരു ഗോളിയെ പോലുണ്ടല്ലോ. സ്വപ്ന സൗധങ്ങൾ തകർന്നു വീഴുമ്പോ സ്വബോധം നഷ്ടപ്പെടുന്നു അല്ലേ? ഡ്യൂട്ടി ഫസ്റ്റ്, കം വിത്ത് മീ. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ. അതെ, വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. വിശക്കുന്നില്ല എങ്കിലും തുടങ്ങാം. എല്ലാ ഒരുക്കങ്ങളും അഞ്ചുമോളുടെ വകയാ. അടുക്കള കയറാത്ത കുട്ടിയാ. പക്ഷേ ലഞ്ചിനുണ്ടെന്ന് അറിഞ്ഞപ്പോ അവൾ അങ്ങ് അടുക്കള ഭരണം ഏറ്റെടുത്തു. ആ വരൂ. വരൂ 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 വരൂ. വരാ വരാ. അമ്മാവാ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. പുസ്തകം നോക്കിയുള്ള പാചകമല്ലേ, ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. നോക്കി നിൽക്കാതെ വിളമ്പ് മോളെ. എടി വിളമ്പടി. ആ കണ്ടല്ലോ, പെണ്ണും പണവും പദവി ആണിന്റെ പുറകെ വരണം. അതാണ് ആണത്തം. മനസ്സിലായി. ഏതായാലും ഇത്രയും വരെ എത്തിയ സ്ഥിതിക്ക് ഞാനൊരു കളി കളിക്കാൻ പോവാ. എന്ത് കളി? വോളിബോൾ. നമുക്ക് ഗോതയിൽ വെച്ച് കാണാം. ഹയർ അതോറിറ്റീസിന്റെ കൺകറൻസോട് കൂടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഭീകരവാദം, കള്ളക്കടത്ത്, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50 ലക്ഷത്തിന്റെ ഒരു ഭീകരനെ കൊന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനിടയ്ക്ക് 25 ലക്ഷവുമായി ഈനാശു എന്നൊരു പെരുങ്കള്ളൻ മുങ്ങി. അവൻ മുങ്ങിയതല്ല, അവനെ മുക്കിയതാണ്. ആര് മുക്കി? ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ഇതേ പോലീസുകാർ തന്നെ. KV ഭാസ്കരൻ, മാത്യു ജോസഫ്. പോലീസുകാർ ഈനാശുവിനെ എന്തിനു ഒളിപ്പിക്കണം? ഒളിപ്പിച്ചോ കൊന്നോ എന്ന് വ്യക്തമല്ല. ഈനാശുവിന്റെ കയ്യിലുള്ള 25 ലക്ഷം തട്ടിയെടുക്കലാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള ഉദ്ദേശമെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഈ ആരോപണം എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഉന്നയിക്കുന്നതാണോ? ഏയ്, ഒരിക്കലുമല്ല. വ്യക്തിപരമായി ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 2 വ്യക്തികളാണവർ. പക്ഷെ തെറ്റാര് ചെയ്താലും തെറ്റാണ്. ഭാസ്കരനും മാത്യു ജോസഫും സസ്പെൻഷനിലാണ്. 7-ാം തീയതിക്കകം അവർ ഈനാശുവിനെ ഹാജരാക്കുന്നില്ല എങ്കിൽ ഭീകരന്റെ തലയുടെ വില എന്ന നിലയ്ക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന 50 ലക്ഷം രൂപ ഫ്രീസ് ചെയ്യണമെന്ന് ഞാൻ മേലധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിമിനൽസിനെ അടിച്ചമർത്തേണ്ട പോലീസുകാർ തന്നെ സ്വയം ക്രിമിനൽസായി മാറുന്ന അവസ്ഥ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ജീവൻ പോലും തൃണവൽക്കരിച്ചാണ് ഈ അന്താരാഷ്ട്ര ഭീകരനെ ഞങ്ങൾ കൊലപ്പെടുത്തിയത്. ഈ ഇൻസ്പെക്ടർ ആര്? ഞങ്ങളുടെ സെക്യൂരിറ്റി വെറും 7-ാം കൂലി. 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ഇവൻ ആര്? ഈനാശു എന്ന കള്ളനെ പിടിച്ച് അവന്റെ കയ്യിലുള്ള 25 ലക്ഷം രൂപ നിങ്ങൾ കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. എന്നിട്ട് ആ 25 ലക്ഷം രൂപ ഞങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ കൈവശപ്പെടുത്തി എന്നുറപ്പുള്ളവൻ ഞങ്ങൾ ആ തുക എന്ത് ചെയ്തു എന്ന് കൂടി പറയട്ടെ. ഞാൻ പറയാം. 25 ലക്ഷം രൂപ ഞങ്ങൾ പുഴുങ്ങി തിന്നു. എന്തായാലും 7-ാം തീയതിക്ക് മീനാശുവിനെ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ 50 ലക്ഷം രൂപ സർക്കാരിന്റെ കൊണ്ട് SI ഭാഗ്യനാഥ് ഫ്രീസ് ചെയ്യിക്കും. അതിനുള്ള പണി അയാൾ ഒപ്പിച്ചു കഴിഞ്ഞു. ആണോ?
എങ്കിലാ പെണ്ടിയോട് പറഞ്ഞേക്ക് 7-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ഈനാശുവിനെ ഞങ്ങൾ ഹാജരാക്കിയിരിക്കും. തെണ്ടി എന്ന് തന്നെ പത്രത്തിൽ കൊടുക്കാലോ? കൊടുക്കാം. ഓക്കെ, താങ്ക് യു. 7-ാം തീയതി ഈനാശുവിനെ എവിടെ നിന്ന് കിട്ടും? എനിക്കറിയാൻ പാടില്ല. അപ്പൊ പിന്നെ പറഞ്ഞതോ? പറയാതിരുന്നിട്ടെന്ത് കാര്യം? ഭഗവാനെ, ഈ ദ്രോഹി കാരണം കൈ കിട്ടി 50 ലക്ഷം രൂപ. സൂര്യഗോളത്തിന് ചൂടില്ല എന്ന് പറ, വിശ്വസിക്കാം. രാജബമ്പാലയ്ക്ക് വിഷമില്ല എന്ന് പറ, അതും വിശ്വസിക്കാം. പക്ഷേ പോലീസുകാരെ നമ്പാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കള്ളന്മാരത് വിശ്വസിക്കാറില്ല. നിങ്ങൾക്ക് പോകാം. കമ്മാരന്റെ വിശ്വാസത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒന്ന് ഓർക്കണം, ഞങ്ങളുടെ തലയിൽ ഇപ്പൊ തൊപ്പിയില്ല. ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോയാൽ കമ്മാരന്റെ തൊഴിൽ ഞങ്ങൾ ചെയ്യേണ്ടി വരും. കമ്മാര, ഞങ്ങൾക്ക് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈനാശു, അല്ലെങ്കിൽ ആത്മഹത്യ. എങ്കിൽ രണ്ടാമത്തെ വഴി ഉടനെ നോക്കൂ. പിടി. ഈ 25 ലക്ഷവും ഈനാശും തമ്മിൽ ഒരു ബന്ധവുമില്ല. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്നവരാ നിങ്ങൾ പോലീസുകാർ. അങ്ങനെ ഇപ്പൊ ഈനാശുവിനെ ബലിയാടാക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല കമ്മാര, ഈനാശുവിനെ ഞങ്ങൾ ഏത് വിധേനയും രക്ഷിക്കും. വാസ്തവം, അവൻ കുറ്റം ചെയ്തിട്ടില്ല സ്ഥിതിക്ക് ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ ഒക്കും. ശരി, ഇനി ഈനാശുവിനെ ഹാജരാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടം കമ്മാര, മനുഷ്യത്വപരമായ കൊല. എടോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ശത്രുക്കളാണ്. കള്ളന്മാർക്ക് മനുഷ്യത്വം പാടില്ല. ഭീകരനെ കൊന്ന വകുപ്പിൽ 50 ലക്ഷം രൂപ കിട്ടുമ്പോ അതിൽ നിന്നൊരു 10 ലക്ഷം ഞങ്ങൾക്ക് തരാൻ കൂടോ? ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി. വേണ്ട, തന്നേക്കാം, ഉറപ്പായിട്ടും തന്നേക്കാം. അത് മാത്രം പോരാ, ഇനി അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ ചെലവും വഹിക്കണം. ഞങ്ങളെ പരിചരിക്കണം. ഞങ്ങൾക്ക് വിടുവേല ചെയ്യണം. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കണം. പറ്റുമോ? പറ്റുമോ? പറ്റും. പറ്റും. എന്താണാവോ? എന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പോലീസുകാരെ കൊണ്ട് പാദസേവ ചെയ്യിക്കണമെന്ന്. ഇന്നത് നടന്നു. കട്ട കുറ്റത്തിന്, കക്കാത്ത കുറ്റത്തിന് തൊണ്ടു മുതലെടുപ്പിക്കാൻ, അങ്ങനെ പലതിനും കേരളത്തിലെ ഒട്ടുമിക്ക പോലീസുകാരും എന്റെ മേലാസലം കയറി ഇറങ്ങിയിട്ടുണ്ട്. സസ്പെൻഷനിലാണെങ്കിലും നിങ്ങളും പോലീസുകാരാണല്ലോ. അമുക്ക് 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 അമുക്കുകളെ. ഇത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ വിസ്തരിച്ചൊന്ന് കുളിക്കണം. അതിനുശേഷം വിഭവസമൃദ്ധമായ ഊണ്. ഞാൻ പറഞ്ഞ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. സിംഹവാലം കുരങ്ങിന്റെ ഇറച്ചി മാത്രം കിട്ടിയില്ല. ഞങ്ങളുടെ സസ്പെൻഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതേ രീതിയിൽ തന്നെ നിന്നെ കിടത്തി ഉലക്ക കൊണ്ട് ഒഴിയുന്നുണ്ട്. ജോലി തിരികെ കയറിയിട്ട് ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്ന പോലെ എന്നെ തട്ടിക്കളിക്കാവുന്നല്ലേ തന്റെ മനസ്സിലിപ്പോ? കണ്ണീ ചോരയില്ലാത്ത വർത്താനം പറയല്ലേ കമാര. നാളെയാണ് 7-ാം തീയതി. ഈനാശുവിനെ എടോ, ഞങ്ങൾ പോലീസുകാരല്ല, കള്ളന്മാരാണ്. കള്ളന്മാര് വാക്ക് പറഞ്ഞ വാക്കാ. പൊക്ക് പൊക്ക് പൊക്ക്, കുളിമുറിയിലേക്ക് പൊക്ക്. കിടന്ന് നിലവിളിക്കലുടെ റോട്ടിൽ കൂടി ആൾക്കാർ പോകുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഒറ്റ പൊന്തി പോയതാണ് ഈനാശു. വന്നാട്ടെ, വന്നിരുന്നാട്ടെ. വന്നു. ഈനാശു, എനിക്കിപ്പോഴാ ജീവൻ വന്നത്. അല്ല, എന്റെ ആശാൻ എവിടെ? ആശാൻ ബാറിലോട്ട് പോയി അടിച്ച് പൂസാകാൻ. ഇപ്പൊ ഞങ്ങളുടെ ചെലവിലാണല്ലോ. ആശാൻ ഒരു കത്ത് കൊടുത്ത് വിട്ടിട്ടാ ഞാനിവിടെ വന്നത്. ഞാൻ നാളെ സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ അതെ, ഞങ്ങളുടെ ജോലി പോവും. 50 ലക്ഷം വെള്ളത്തിലാവും. എന്റെ ആശാൻ പറഞ്ഞാൽ ഞാൻ എന്തും അനുസരിക്കും. അല്ലെങ്കിൽ ഈ ഒളിവ് ജീവിതം എനിക്ക് മടുത്തു. പിന്നെ രസമായിരുന്നു. ഇതിന്റെ ഇടയിൽ തകർപ്പൻ 2 മോഷണം ഞാൻ നടത്തി. ആണോ? വെരി ഗുഡ്. എവിടെയൊക്കെ? പല സ്ഥലങ്ങളിലും. ഞാനാണ് മോട്ടിച്ചെന്ന് ദേവേന്ദ്രൻ പോലും കണ്ടുപിടിക്കില്ല. അതുപോലുള്ള വേലകളല്ലേ ഞാൻ ഒപ്പിക്കണത്. ഞാൻ വെല്ലുവിളിക്കുന്നു. CBIക്ക് പോലും എന്നെ പിടിക്കാൻ പറ്റണ്ട. എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട് ഈനാശു. ഈനാശു വിചാരിച്ചാൽ അത് നടക്കും. എന്താഗ്രഹം? ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൂടാത്തതാണ്. പക്ഷേ ഇത് തെറ്റല്ല, കുറ്റമല്ല. ഒരു ദ്രോഹിയെ കുത്തുപാള എടുപ്പിച്ചാൽ ദൈവം പോലും നമ്മുടെ കൂടെ നിൽക്കും. SI ഭാഗ്യനാഥന്റെ വീട്ടിൽ കയറി അവിടെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ ഈനാശുവിന് പറ്റുമോ? പറ്റോ ഇല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ എനിക്കും താല്പര്യമുള്ള കേസ് തന്നെ. ക്ലീൻ ആക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കണം, മോഷ്ടിക്കണം, തൊണ്ടി കൊണ്ട് ഒളിപ്പിക്കണം, തെളിവുകൾ നശിപ്പിക്കണം. നേരം വെളുത്തു പോവും. പിന്നെ നാളെ കാലത്ത് ഞാൻ സ്റ്റേഷനിലെത്തേക്ക് നാശോണ്ട് പറഞ്ഞേരി. ഈ തൊഴിലെന്ന് പറഞ്ഞാലുണ്ടല്ല,
അത് എനിക്കൊരു ഒരു ഒരു ഹരമാണ്. അപ്പൊ പറഞ്ഞോളെ, ഓക്കേ? പോകോ പോകോ. കൈ വിട പരീക്ഷകളെ. എത്ര കുടിച്ചാലും പരസഹായമില്ല നടക്കാൻ ഇക്കമാരന് കഴിയും. അച്ഛനെ ഈനാശ് വന്നിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എങ്ങോട്ടിറങ്ങി? അത് ഞങ്ങളെ ഈ ഗതിയിലാക്കി SI ഭാഗ്യനാഥനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിട്ടാ. പണയോ? എന്ത് പണിയടാ? ഒരു ചെറിയ പണി. SI ഭാഗ്യനാഥന്റെ വീട് ഈനാശു കാലിയാക്കും. ഞാൻ വല്ലതും പറഞ്ഞാല് എന്റെ നിയന്ത്രണം പറ്റൂ. നാളെ സ്റ്റേഷനിൽ ഹാജരാക്കാനുള്ള പ്രതിയെ മോഷ്ടിക്കാൻ പറഞ്ഞേച്ച് നീയൊക്കെ പോലീസുകാരോടാ പന്നികളെ. അല്ല, അവൻ ഒരുപാട് മോഷണം നടത്തി അവന്റെ തന്ത്രയാ മോഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് വരെ സ്വന്തമായ ഒരു മോഷണം നടത്തി വിജയിക്കാൻ കഴിയാത്തവനാണ് അവൻ. ജീവൻ പണയം വെച്ച് ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ധീരന്മാർക്ക് ഒരു ലോക്കൽ കള്ളന്റെ രോമം പോലും തൊടാൻ പറ്റിയില്ല. പത്രക്കാരുടെ മുമ്പിൽ വെച്ച് തെണ്ടി എന്നെ വിളിച്ചധിക്ഷേപിച്ചവർക്കുള്ള എന്റെ മറുപടി കൂടിയാണിത്. വായടയ്ക്കൂ, പണിയെടുക്കൂ. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഞാൻ പണിയെടുത്തു. എന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ഈനാശുവിനെ ഞാൻ വലയിലാക്കി. ആളാവരുത് ഭാസ്കര, നിനക്ക് ജോലി തിരിച്ചു കിട്ടും ഈ ഭാഗ്യനാഥന്റെ ദേവ് കൊണ്ട്. എന്താ നോക്കിക്കുന്നത്? വരൂ പ്ലീസ്, എല്ലാവരും അകത്തേക്ക് വരൂ. കണ്ണുള്ളവർ കാണൂ, ഈനാശുവിനെ കാണൂ. മൂന്നാലാളുകൾ വന്ന് എന്നെ കെട്ടിയിട്ട് ഈനാശുവിനെ പിടിച്ചോണ്ട് പോയി. അവനെ കൊക്കയിലെറിഞ്ഞു കൊല്ലൂന്ന് പറഞ്ഞു. ഒരു സബ് ഇൻസ്പെക്ടറുടെ വിജയം എന്ന തലക്കെട്ടോട് കൂടി പത്രത്തിൽ വാർത്ത കൊടുക്കാം, അല്ലേ സാർ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും... എനിക്ക് ജോലി വേണ്ട, പക്ഷെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ ഈനാശുവിനെ കൊല്ലിക്കരുതായിരുന്നു. ഞാൻ കൊല്ലിച്ചെന്നോ? വേഷം കെട്ടി കൊടുക്കണ്ട. നീ ചട്ടം കെട്ടിയ ആളുകളാണ് ഈനാശുവിനെ കൂട്ടിക്കൊണ്ടുപോയത്. ഇനി ഒന്നേ അറിയാനുള്ളൂ, ഈനാശുവിനെ ഏത് കൊക്കയിലേക്കാണ് നീ വലിച്ചെറിഞ്ഞത്? വയനാട്ടിലോ വാൾപ്പാറയിലോ? ഭാസ്കരൻ, ഞാൻ പത്രക്കാരോട് ഉപയോഗിക്കേണ്ടിരുന്ന ഭാഷ തെണ്ടി എന്നായിരുന്നില്ല. കാക്കി വേഷം ധരിച്ച കാട്ടാളൻ, അതാണ് നീ. ഭാസ്കരൻ, ഞാൻ ഈനാശുവിനെ കൊന്നിട്ടില്ല. കൊന്നു. അല്ല, ഈനാശുവിനെ ആര് കൊന്നു എനിക്കറിയാം. 25 ലക്ഷം രൂപ കട്ടതും അവര് തന്നെയാണ്. അവന്മാര് തന്നെയാണ് എന്റെ ഈനാശുവിനെ കൊന്നത്. ഞങ്ങൾ സാധാ കള്ളന്മാരുടെ മേൽ കുതിര കയറാനേ നിങ്ങൾ പോലീസുകാർക്ക് കഴിയും. വലിയ കള്ളന്മാരെ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾക്കൊരു പുണ്ണാക്കം ഒരു ചെയ്യാൻ കഴിയില്ല. ഞാൻ അവരെ കാട്ടിക്കൊടുത്താ പിന്നെ എന്റെ കഴുത്തിന് മേൽ തല കാണില്ല. കമ്മാര, ഇത് ഞങ്ങളുടെ എല്ലാം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. തനിക്ക് മാത്രം ഇപ്പൊ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. എന്റെ ജീവന് സംരക്ഷണം ഉറപ്പു തരാമെന്ന് ഏറ്റാൽ യഥാർത്ഥ കള്ളന്മാരെ ഞാൻ കാണിച്ചു തരാം. കമ്മാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും കമ്മാരന്റെ കൂടെ ഉണ്ടാവും. എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് കമ്മാരനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം. പറ, ആരാണവർ? വണ്ടി നിർത്ത, വണ്ടി നിർത്ത. ജീപ്പിന്റെ പുറകിലുള്ള കാറൊന്ന് ചെക്ക് ചെയ്താട്ടെ.
ലക്ഷം രൂപ പിരിക്കാൻ ഞാനും എന്റെ അനുയായികളും ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ആ പണം പാർട്ടി ഫണ്ടിലേക്കെന്നും പറഞ്ഞ് ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അയച്ചു കൊടുത്താൽ അത് അവിടെയുള്ളവന്മാര് വിഴുങ്ങും. അതുകൊണ്ടാ എന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം എന്റെ ശിഷ്യന്മാരെ കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് മോഷ്ടിപ്പിച്ചത്. രാഷ്ട്രീയ മോഷണ ചരിത്രത്തിൽ ഇതൊരു പുതിയ ടെക്നിക്കല്ലേ? പുതിയ ടെക്നിക്കല്ലേ? ഈനാശുവിന്റെ ഡെഡ് ബോഡി എവിടെ? എനിക്കെന്തിനാ ഈനാശുവിന്റെ ഡെഡ് ബോഡി? സുഹൃത്തെ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊല്ലാൻ സാധിച്ചില്ല എന്ന് പറയുന്നതല്ലേ എന്റെ ശരി. സ്റ്റേഷനിൽ ഹാജരാവാതിരിക്കാൻ വേണ്ടി ഈനാശുവിനെ കൊല്ലാൻ തന്റെ വാടക ഗുണ്ടകളോട് താൻ തന്നെ നിർദ്ദേശം കൊടുത്തില്ലടോ. അതിനു മുമ്പ് ഈനാശുവിനെ ഞാൻ കൊന്നു. എന്നിട്ട് അവനെ ഞാൻ ജീവിപ്പിച്ചു. ഈനാശു അത് ആട്ടോയിലുണ്ട്. ഈനാശു, സാറിന്റെ വീട്ടിൽ നിന്ന് അവനെ പൊക്കിയത് എന്റെ കൂട്ടുകാരാ. കമാര, ഇതൊന്ന് തുറക്ക്, ഞാൻ നിന്നെ പാർട്ടി മെമ്പർ ആക്കാം. വേണ്ട, 7-ാം തീയതിയിലെ സൂര്യൻ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. എങ്ങനെയായിരുന്നാലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു. 25 ലക്ഷത്തിന്റെ കള്ളൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിനക്ക് വല്ലതും പറയാനുണ്ടോ? ബാർബറെ വിളിച്ചോളൂ. എന്റെ പാതി മീശ എടുക്കാൻ ബാർബറെ വിളിച്ചോളൂ എന്ന്. ആരെങ്കിലും പോയി ബാർബർ സുഖൂനെ വിളിച്ചോണ്ട് വാ. വേണ്ട ചായ, ഇവന്റെ ഈ സമ്മതം മാത്രം മതി എനിക്ക്. മീശ എവിടെ ഇരുന്നോട്ടെ. ഭാഗ്യനാഥ, മത്സരമൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് KV ഭാസ്കരനും VC ഭാഗ്യനാഥനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇടയിൽ സംഭവിച്ചതൊക്കെ നമുക്ക് മറക്കാൻ ശ്രമിച്ചൂടെ? ഞാൻ മറന്നു കഴിഞ്ഞു ഭാസ്കര. മാത്രമല്ല, നീ തോറ്റിട്ടില്ലെന്നറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളിനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വിവരങ്ങളൊക്കെ ഭാസ്കരൻ പറയും. ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ. ആദ്യം ആ കാസറ്റ് ഇങ്ങോട്ട് താ. കാസറ്റ് എന്നേ ഞാൻ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞു. നേരാണോ? ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, എനിക്കെന്റെ ജോലി തിരിച്ചു കിട്ടും. അഞ്ജുവിനെ എനിക്ക് അത് ശരി. ആ വെള്ളം